വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 10 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. അവൻ തൊട്ടനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു. ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. അപരന്റെ മൂല്യബോധം ഉൾക്കൊണ്ടുള്ള സമീപനമാണ് കരണീയം. ഏതൊരു വ്യക്തിയെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെയും ആ വ്യക്തിയുടെ മൂല്യബോധം ആയിരിക്കുന്ന രീതിയിൽ അപഗ്രഥനം ചെയ്ത് ഗ്രഹിക്കാൻ ഇടവരാതെയും ആരെല്ലാം എന്തെല്ലാം നടത്തുന്ന ഇടപെടലുകളായാലും ശരി, അത് അനിഷ്ടകരവും അസുഖകരവുമായി തീരാനേ ഇടവരുത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അനുവാചകരെ ഓർമ്മിപ്പിക്കുക കൂടെ ഇന്നത്തെ സുവിശേഷം ചെയ്യുന്നില്ലേ എന്ന് വേണം വിചാരിക്കാൻ. യേശു തന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമെന്ന നിലയിൽ ശിഷ്യന്മാരുമൊത്ത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ജനങ്ങളുടെ ഇടയിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചും പഠിപ്പിച്ചും നടന്നു നീങ്ങുന്ന കാലം. ഈ അവസരത്തിൽ അന്നൊരു ദിവസം പ്രത്യേകമായി യേശു ക്ഷീണിതനാണെന്ന് കൂടെയുള്ള ശിഷ്യന്മാർ മനസ്സിലാക്കി കാണും. അതിനിടയിൽ യേശു നടന്നു നീങ്ങിയ തെരുവിന്റെ രണ്ടോരങ്ങളിൽ നിന്നുമായി അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെയും കൈകളിലേന്തിയും നടക്കാവുന്ന കുഞ്ഞുങ്ങളെ നടത്തിയുമൊക്കെ യേശുവിന്റെ അടുത്തേക്ക് ഒരു പ്രവാഹം തന്നെ പെട്ടെന്ന് ഉണ്ടായി. കുട്ടികളെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് യേശുവിന്റെ അനുഗ്രഹം കുട്ടികൾക്കായിട്ട് ലഭിക്കാനിടവരിക എന്നുള്ളതാണ് അമ്മമാരുടെ ആഗ്രഹം. എന്നാൽ യേശു വളരെ ക്ഷീണിതനാണ് എന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെ എന്ന് വേണം വിചാരിക്കാൻ അമ്മമാരെ തങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് വിലക്കുകയാണ്. ശിഷ്യന്മാരെ യേശുവിന്റെ അടുത്തേക്ക് കുട്ടികൾ എത്തുന്നതിന് വേണ്ടി തടസ്സം നിൽക്കുകയാണ്. യേശു ഇത് എങ്ങനെയോ മനസ്സിലാക്കി ശിഷ്യന്മാരെ ഒരു വിധത്തിൽ ശകാരിക്കുകയാണ്. എന്നിട്ട് യേശു വ്യക്തമാക്കുന്നു, എന്റെ ആഗമന ഉദ്ദേശം തന്നെ സ്വർഗരാജ്യത്തിന്റെ ചില അനുഭവങ്ങള് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുക, സ്വർഗരാജ്യം ജനങ്ങളിൽ അനുഭവവേദ്യമാക്കുക എന്നുള്ളതാണ് എന്റെ ജീവിത ഉദ്ദേശം തന്നെ. ഈ സ്വർഗരാജ്യം ഫലപ്രദമായ രീതിയിൽ ആസ്വദിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിനിധികളാണ് ശിശുക്കള്. അപ്പോൾ ശിശുക്കള് എന്റെ അടുത്ത് വരികാൻ തടസ്സം നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ദൗത്യ നിർവഹണത്തിന് പോലും ഉള്ള തടസ്സമാണത്. എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഉദ്ദേശം ഫലപ്രദമാകുന്നതിന് വേണ്ടി അതിന് സഹായിക്കുന്ന ഒരു സാഹചര്യമാണ് കുട്ടികളുടെ സാന്നിധ്യം തന്നെ. അതുകൊണ്ട് ഒരിക്കലും കുട്ടികൾ എന്റെ അടുത്ത് വരുന്നതിന് നിങ്ങൾ തടസ്സം പറയരുത് എന്ന രീതിയിൽ ശിഷ്യന്മാരെ ഒരു വിധത്തിൽ ശകാരിക്കുകയും ശാസിക്കുകയും ചെയ്യുകയാണ് യേശു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യം, വ്യക്തികളുടെ ആയിരിക്കുന്ന മൂല്യബോധം മനസ്സിലാക്കാൻ ഇടവരാതെ ആ വ്യക്തിക്ക് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് വിചാരിച്ച് തന്നെ നടത്തുന്ന ഇടപെടലുകളൊക്കെ അത് അസുഖകരമായിട്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ അനിഷ്ടകരമായിട്ടും തീരാൻ ഇടവരാവുന്നതുകൊണ്ട് ചിന്തയോടുകൂടിയും ബോധപൂർവവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് എന്ന സത്യം യേശു തന്റെ ശിഷ്യന്മാരെയും പിന്നീട് ഉണ്ടാകുന്ന അനുയായികളെയും പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല.